റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, കേരളം കാത്തിരുന്ന ഒരു വിധി പ്രസ്താവം തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നല്ലോ. ചെന്താമരയെ പോലെ ഒരു കൊടും കുറ്റവാളിക്ക് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ വിധി പ്രസ്താവത്തെയും ഒപ്പം ഈ കേസിന്റെ അന്വേഷണ നാൾവഴികളെയും ഒക്കെ നോക്കിക്കാണുന്നത്? ഏതായാലും നല്ലൊരു വിധി തന്നെയാണ്. നമ്മളെല്ലാവരും ഇത് പ്രതീക്ഷിച്ചതാണ്. കോടതി കൃത്യമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ തെളിവുകൾ മുഴുവൻ അനലൈസ് ചെയ്ത് കൃത്യമായി തന്നെ വധശിക്ഷ കൊടുക്കും. അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. 20 ലക്ഷം രൂപ പിഴ കൊടുക്കണം, പിഴ അടയ്ക്കണോ അയാൾ. അത് ആ അനാഥരായ രണ്ട് കുട്ടികൾക്ക് അവർക്ക് ആ പണം കൊടുക്കണമെന്നും വിധിയിൽ പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യം തന്നെ. ആ കുട്ടികൾ വളരെ ഭയപ്പെട്ടിട്ടാണ് കഴിഞ്ഞത്. ഇയാള് ക്യാമ്പസിൽ ഇറങ്ങി വന്നിട്ടുണ്ട്, ആ കുട്ടികളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഇത്രയും നാളത്തെ ജീവിതം നമ്മൾ മനസ്സിലാക്കണം. വളരെ മെന്റൽ സ്ട്രെസ് ഉണ്ടായിരുന്ന ജീവിത രീതിയാണ്. ആ രണ്ട് കുട്ടികളെ കാണുമ്പോൾ നമുക്ക് അതുങ്ങളുടെ ആ മാനസികമായ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതുങ്ങൾക്കൊരു ആശ്വാസമായി ഈ വധശിക്ഷ. ഇവനിനി വെളിയിൽ ഇറങ്ങാൻ പോകുന്നില്ല, ഒരു പരോൾ പോലും വരത്തില്ല. ഇനിയിപ്പോ ഹൈക്കോടതി സുപ്രീം കോടതി വരെ ഈ വധശിക്ഷ കാര്യം മുന്നോട്ട് പോകും. എങ്കിലും ഇങ്ങനെ പോലെയുള്ള ഒരാളെ തീർച്ചയായിട്ടും ഒരു ലൈഫ് ലോങ് അല്ലെങ്കിൽ ജീവപര്യന്തം തടവിന് കോടതി ഹയർ കോടതി ശിക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഒരാളെ നമുക്ക് സമൂഹത്തിൽ ആവശ്യമില്ല. ഇപ്പോഴും ആ കൊല്ലാനുള്ള വാഞ്ച അയാൾ അത് കോടതിയിൽ തുറന്ന് പറഞ്ഞല്ലോ. അത് ആ കുട്ടികളുടെ അമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു, അച്ഛന്റെ അമ്മയെ കൊന്നു. അപ്പൊ ഒരു കുടുംബത്തിലെ 3 പേരെ നിഷ്കരണം കൊല്ലും. ഇനിയും 4 പേരെ കൊല്ലാനുണ്ടെന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ക്രിമിനൽ മാനസികമായ ഒരു പ്രശ്നം അയാൾക്കില്ല എന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് അസ്വസ്ഥയുമില്ല. അത് തന്നെ ഇനി അവസരം വന്നാൽ 4 പേരെ ഇവിടെ കൊല്ലാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ ഇവനെ തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തിലെ ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഇയാൾക്കൊരു ഒരു റിഫോർമേഷൻ ജീവിതത്തിൽ ഉണ്ടാവില്ല. അയാൾ ആ വാശിയും വൈരാഗ്യത്തിലും അത് വീണ്ടും അവസരം കിട്ടിയാൽ ആ 4 പേരെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഇയാൾക്ക് വധശിക്ഷ കൊടുത്ത് കോടതിയുടെ തീരുമാനം നമുക്ക് കോടതി അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഡിവൈഎസ്പിയും മറ്റുള്ളവരും അതിന്റെ പ്രോസിക്യൂട്ടർമാര് അവരെയൊക്കെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഓരോ തെളിവുകളും കോർത്തിണക്കി അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കേസിന്റെ പ്രോസിക്യൂഷൻ നിർവഹിച്ചു പോകുന്നത്. 4 പേര് എങ്ങാണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഹോസ്റ്റൈലായിട്ടുണ്ട് ഈ കേസിനകത്ത്. എങ്കിലും അതൊക്കെ അവർ തരണം ചെയ്ത് കൃത്യമായി കോടതിയിലെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി, തെളിവുകൾ മുഴുവൻ കോടതിയെ ബോധ്യപ്പെടുത്തി, കോടതിക്ക് അത് തൃപ്തിയായി. ഇതിനകത്ത് ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ് കൂടുതലും വന്നത്. അതുപോലെ DNA ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, നേരിട്ട് കൃത്യം കണ്ടവര് ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ സാഹചര്യ തെളിവിലാണ് ബിൽഡ് ചെയ്ത് കേസ് കൊണ്ടുപോയത്. ഏതായാലും ഡിവൈഎസ്പിയും ആ സർക്കിളിനും ആ പോലീസ് ഓഫീസേഴ്സിനും എല്ലാം അഭിനന്ദിക്കുന്നു. കാരണം അടുത്ത കാലത്തെങ്കിലും ഇത്ര നല്ലൊരു ചാർജ് ഷീറ്റ് ഞാൻ കണ്ടിട്ടില്ല. പോലീസിലെ മിടുക്കന്മാരായ ആൾക്കാരും ഉണ്ട്, അവര് കൃത്യമായ ചാർജ് ഷീറ്റ് കൊടുത്തു. അതൊന്നുമില്ല, അതിന്റെ പ്രോസിക്യൂട്ടർമാരും പോലീസിന്റെ ഒപ്പം നിന്ന് കോടതിയിൽ കളക്ട് ചെയ്ത എവിഡൻസുകളെല്ലാം ഒന്നിനു പുറകെ ഒന്നൊന്നായി കോടതിയിൽ നിരത്തി കോടതിയെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതുപോലെ പ്രതിഭാഗത്തിന്റെ അഡ്വക്കേറ്റ്സിന് അതൊന്നും ചലഞ്ച് ചെയ്യാനോ അതിനകത്തൊക്കെ ഒരു അവിശ്വാസ്യത കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത. കാരണം അത്ര ചാർജ് ഷീറ്റ് അത്ര കൃത്യമായിരുന്നു. ഏതായാലും ആ പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാവരും അഭിനന്ദിക്കുക. അത് തന്നെയല്ല, കോടതിയുടെ മൈൻഡ് ഓരോ എവിഡൻസും അനലൈസ് ചെയ്ത കോടതി ഇയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷയെപ്പറ്റി കൃത്യമായ രീതിയിൽ കൺവിഷൻ നമുക്ക് കണ്ടു. കാരണം നമ്മളൊക്കെ മനസ്സിൽ കരുതി അത് തന്നെയാണെങ്കിലും അതിനുള്ള എവിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് കോടതിയല്ലേ നിശ്ചയിക്കുന്നത്. അപ്പൊ അത് ഓരോന്നോരോന്ന് അനലൈസ് ചെയ്ത് കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് അത് വധശിക്ഷ കൊടുത്തു. അത് ഹൈക്കോടതി പോയാലും സുപ്രീം കോടതി പോയാലും ഇയാളെ ഊരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് റിട്ടയർഡ് SP ആണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്.